കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നു. എന്നാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ആ വാർത്ത കണ്ടിട്ടേയില്ല. കിഫ്ബി മസാല ബോണ്ടായി വാങ്ങിയ വായ്പ മുഴുവൻ അടച്ചു തീർത്തു. ഇതാണ് വാർത്ത. കേരളത്തിന്റെ ഭാവി വികസനാവശ്യങ്ങളെ കണ്ടെത്തി നടപ്പാക്കുന്ന ഒരു അസാധാരണ മാതൃകയാണ് കിഫ്ബി. കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ കൺമുന്നിൽ ഇന്ന് നടക്കുന്ന എല്ലാ വികസനത്തിനും ഇനിയും 30 കൊല്ലമെങ്കിലും കാത്തിരിക്കേണ്ടി വന്നേനെ. പുതിയ ജനറേഷന്റെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ പരിമിതി തടസ്സമായിക്കൂടാ എന്ന ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് കിഫ്ബി. ഈ കിഫ്ബിയെ മോശമാക്കാനും അതിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുമാണ് പ്രതിപക്ഷവും കേന്ദ്ര ഭരണം ഉപയോഗിച്ച് BJP നേതൃത്വവും എല്ലാ കാലത്തും ശ്രമിച്ചത്. കിഫ്ബി സമാഹരിക്കുന്ന പണം കേരളത്തെ വൻ കടക്കെണിയിലാക്കുമെന്നും കേരളത്തെ പോലൊരു സംസ്ഥാനത്തിന് ഇത് തിരിച്ചടയ്ക്കാനാവില്ലെന്നും ഭീതിപ്പെടുത്തുന്ന കഥകൾ സൃഷ്ടിച്ചു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു മസാല ബോണ്ട് വായ്പകൾ വഴി കിഫ്ബി സമാഹരിച്ച തുകയെ പറ്റിയുള്ള നിറം പിടിപ്പിച്ച പ്രചാരണം. ഈ കള്ളപ്രചാരണങ്ങളെ ഏറ്റുപിടിച്ചാണ് മസാല ബോണ്ടുകൾ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ രാഷ്ട്രീയ വേട്ടയ്ക്കെത്തിയത്. ആ മസാല ബോണ്ട് വായ്പയാണ് 5